സ്വീകരിക്കേണ്ടത് കണ്ണനാണ്, അല്ലാതെ നിന്റെയൊന്നും അച്ഛനല്ല. അത് ഓർത്ത് വെക്കുക. കണ്ണൻ എന്ന് പറയുന്നത് നിങ്ങളെയൊന്നും തറവാട്ട് സ്വത്തല്ല. നിങ്ങൾ വന്നിട്ട് എന്നെ ഗുരുവായൂർ കേറ്റാത്ത രീതിയിൽ ആക്കാൻ നോക്കിയാല് എന്താ സംഭവിക്കാന്നറിയോ? കാണിച്ചു തരാം. ഞാനിതേ തട്ടെങ്ങനെ അങ്ങോട്ടും ഊരി വെക്കും. എന്നിട്ടിതേ ഇങ്ങനെ ഒരു പൊട്ടാട്ടിക്കും. അപ്പൊ നമ്മുടെ ജസ്ന സലീം, ജസ്ന സലീമിനെ പറ്റി അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തരാം. ജസ്ന സലീം എന്ന് പറയുന്നത് ഒരു സമയത്ത് കൃഷ്ണന്റെ നമ്മുടെ ഫോട്ടോ വരച്ചിട്ട് അത് ഫോട്ടോ വരയ്ക്കുന്ന മുസ്ലിം പെൺകുട്ടി, ആ ഒരു ടൈറ്റിലോട് കൂടിയാണ് ഈ പുള്ളിക്കാരനെ അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്നത്. അപ്പൊ എനിക്ക് ഈ പുള്ളിക്കാരനെ അറിയാവുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു ടൈറ്റിലോട് കൂടി കൃഷ്ണന്റെ പടം വരയ്ക്കുന്ന ഒരു മുസ്ലിം പെൺകുട്ടി, അങ്ങനത്തെ രീതിക്കാണ് പുള്ളിക്കാരനെ അറിയാവുന്നത്. അപ്പൊ ആ ഒരു ടൈമിനകത്ത് ഇത് കണ്ടപ്പോഴത്തേക്കാണെങ്കിലും അല്ലെങ്കിൽ അപ്പൊ എനിക്കൊക്കെ ഭയങ്കര ഒരു ഇത് തോന്നി കേട്ടോ. കാര്യം ഇവര് മതത്തിന്റെ പേരിനകത്ത് വേറൊരു മതത്തിനകത്തുള്ള ഒരു ദൈവമാണെന്നുള്ള രീതിക്ക് അങ്ങനെ ഒന്നും കാണാതെ തന്നെ പുള്ളിക്കാരി ആ കൃഷ്ണന്റെ ഫോട്ടോ വരയ്ക്കുന്നത് കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സന്തോഷമൊക്കെ തോന്നിയൊരു കാര്യമാണ് അത് കണ്ടപ്പോഴത്തേക്കും. പക്ഷെ അതിന്റെ അടിയിലൊക്കെ ഭയങ്കര നെഗറ്റീവ് കാര്യങ്ങൾ കണ്ടപ്പോൾ ഞാൻ ആ ഒരു ടൈമിനകത്തൊക്കെ പുള്ളിക്കാരനെ സപ്പോർട്ട് ചെയ്ത് വെച്ചിട്ട് ആളാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പുള്ളിക്കാരി തന്നെ, ഈ ജസ്ന തന്നെ പിന്നെ നമ്മൾ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവായൂർ അമ്പലത്തിൽ ചെന്നിട്ട് എന്തൊക്കെയാണ് ഇവർ കാണിച്ചു കൂട്ടിയത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ, ആർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളായിട്ടാണ് എനിക്കത് തോന്നിയത്. ഒരു മതത്തിന്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു സ്ഥലത്ത് ചെന്നിട്ട് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളായി. ഇപ്പൊ ഗുരുവായൂർ അമ്പലത്തിൽ ചെന്നിട്ട് കേക്ക് മുറിക്കുക ബർത്ത്ഡേക്ക്, അതേപോലെ അങ്ങനെ വെറുതെ പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് പല രീതിക്കുള്ള കാര്യങ്ങളും ചെയ്തു കൂട്ടുന്നതായിട്ട് എനിക്കത് കണ്ടപ്പോഴത്തേക്കും തോന്നിയായിരുന്നു. ഈ പുള്ളിക്കാരി കാണിച്ചു കൂട്ടിയ പല കാര്യങ്ങളും. പിന്നെ പുള്ളിക്കാരിയുടെ ബോയ് ഫ്രണ്ടോ ഹസ്ബൻഡോ അങ്ങനെ ആരെയോ വിളിച്ചിട്ട് വന്നിട്ട് അങ്ങനെയും വേറെ പല വിഷയങ്ങളൊക്കെ അവിടെ വെച്ച് നടത്തി അങ്ങനെ അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഈ പുള്ളിക്കാരി ശ്രമിക്കുന്ന കണ്ടപ്പോഴാണ് പിന്നെ എനിക്ക് ഈ പുള്ളിക്കാരിനോടുള്ള എല്ലാ മതിപ്പും പോയത്. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോഴത്തെ പുള്ളിക്കാരിയുടെ വിഷയം എന്താണെന്ന് നമ്മൾ നോക്കണമെങ്കിൽ നമ്മുടെ കൃഷ്ണന്റെ വിഗ്രഹത്തിനകത്ത് പേപ്പർ മാല ചാർത്തി എന്നുള്ള രീതിക്ക് ഒരു വീഡിയോ പുള്ളിക്കാരിയുടെ അടുത്ത് ആ ഒരു ടൈമിനകത്ത് ഈ പുള്ളിക്കാരി ഇങ്ങനെ പല വീഡിയോകളും ഈ ഗുരുവായൂർ അമ്പലം റിലേറ്റഡ് ആയിട്ട് ഇടാൻ തുടങ്ങിയപ്പോഴത്തേക്കും പുള്ളിക്കാരിക്കെതിരെ പല ആൾക്കാരും കേസും കാര്യങ്ങളൊക്കെ കൊടുത്തായിരുന്നു. അപ്പൊ അതിന് തുടർന്നിട്ട് പിന്നെ ഈ ഗുരുവായൂർ വെച്ചിട്ട് വീഡിയോ എടുത്ത് റീലും കാര്യങ്ങളൊന്നും ആക്കരുതെന്നൊക്കെ പറഞ്ഞ് നിയമമൊക്കെ വന്നായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പുള്ളിക്കാരി ഈ പറഞ്ഞ പേപ്പർ മാല കൊണ്ടിടുന്ന ഒരു വീഡിയോ വന്നത്. അപ്പൊ അതിനെതിരെ പല ആൾക്കാരും കേസും കാര്യങ്ങളൊക്കെ കൊടുത്തു. അപ്പൊ അതിനെ തുടർന്നിട്ട് പുള്ളിക്കാരി ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അതൊന്ന് കണ്ടുനോക്കാം. വിവരക്കേട് ആരുടെയും തെറ്റുകുറ്റങ്ങളല്ല അല്ലേ? ഞാൻ ഗുരുവായൂര് കണ്ണനൊരു മാല ചാർത്തുന്നത് ഒരു വീഡിയോ ഉണ്ടായിരുന്നേ. അപ്പൊ അത് കണ്ടിട്ട് ഒരു പുള്ള ചേച്ചി, പുള്ള എന്ന് പറയുമ്പോൾ നമ്മൾ കുട്ടികളെയാണ് ഉദ്ദേശിക്കല്, ആ കുഞ്ഞു കുട്ടി ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയത് കേട്ടോ ഗൈസ്. ഞാൻ ഗുരുവായൂർ അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കാണിക്കുന്നുണ്ട് പോലും, അതായത് എന്റെ പുറകിൽ ഒരുപാട് ആൾക്കാരുണ്ട്, ആ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കാണിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പോ കോടതിയില് ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു, വിധി വന്നിട്ടുണ്ടായിരുന്നു. അതില് ജസ്ന സലീം വീഡിയോ എടുക്കരുത് നല്ലല്ലോ പറഞ്ഞത്. അവിടെ വീഡിയോയും ഫോട്ടോഗ്രാഫിയും നിരോധിച്ചിരിക്കുന്നു എന്നാ പറഞ്ഞത്. അതിന്റെ കൂടെ കൂട്ടിച്ചേർത്തൊരു സംഭവം കൂടി ഉണ്ട്. എന്താന്നല്ലേ, മതപരമായിട്ടുള്ള ചടങ്ങിനും വിവാഹത്തിനും അവിടെ വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും അലോഡാണെന്നോട്ട് എഴുതിയിട്ടുണ്ട്. അതും നിങ്ങൾ കണ്ടില്ലേ ചേച്ചിയെ? ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്, സമ്മതിക്കുന്നു ഞാൻ. ആ തെറ്റാണ് എന്ന് സ്വയം ബോധ്യം വരുമ്പോൾ ആളെ നന്നാവാൻ വേണ്ടിയാണ് ചെയ്യേണ്ടത്, അല്ലാതെ കുറ്റപ്പെടുത്താൻ വീണ്ടും വീണ്ടും വരികയല്ല. നന്നാവാൻ പോയ ആളും നന്നാവണം, അല്ലാണ്ട് പിന്നെയും ആ ഗുരുവായൂരമ്പലം ബേസ് ചെയ്തിട്ട് തന്നെ അല്ലെങ്കിൽ പിന്നെയും ഈ മതപരമായിട്ടുള്ള വിഷയങ്ങൾ എടുത്തിട്ടിട്ട് അത് വെച്ചിട്ട് അത്യാവശ്യം റീച്ച് ഉണ്ടാക്കുക അല്ലെങ്കിൽ അത് വെച്ചിട്ട് അത്യാവശ്യം നാലാൾ അറിയപ്പെടാനൊക്കെ ശ്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതത്ര നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഇപ്പൊ നമ്മൾ മതം അതേപോലുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇടുമ്പോഴത്തേക്കും അതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയങ്ങളാണ് ഈ മതം എന്നൊക്കെ പറയുന്നത്. അത് ഓരോരുത്തർക്കും ബേസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഇപ്പൊ എൻ്റെ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരു മതത്തിനകത്ത് വിശ്വസിക്കുന്ന ഒരാളല്ല. പക്ഷെ എന്നാലും ഒരു മതത്തിനെതിരെ ഇങ്ങനെ അല്ലെങ്കിൽ ഒരു മതത്തിനെ ബേസ് ചെയ്തിട്ട് ഇങ്ങനെ ഒരാൾ കിടന്നിട്ട് ഇങ്ങനെ ചെയ്യുന്ന കാണുമ്പോഴത്തേക്കും നമുക്ക് ആർക്കായാലും അത് ഏത് മതത്തിനകത്തുള്ള ഒരാളായാലും കാണുമ്പോഴത്തേക്കും തോന്നും. അതിപ്പോ ഈ ഓരോരുത്തരും ഇപ്പൊ മതത്തിനകത്ത് വിശ്വസിക്കുന്ന ആൾക്കാരെ ബേസ് ചെയ്ത് നമ്മൾ നോക്കുമ്പോഴത്തേക്കും അവർക്ക് തോന്നിയെന്ന് വരാം, എന്താണ് ഇവരിങ്ങനെ കാണിക്കുന്നത് അല്ലെങ്കിൽ ഈ സ്ത്രീ എന്താണ് ഇങ്ങനെ കാണിക്കുന്നതൊക്കെ പലർക്കും തോന്നിയെന്ന് വരാം. അതിനെ ബേസ് ചെയ്തിട്ട് പറയുന്നതായിട്ട് എനിക്ക് ഇവരുടെ ഇതിനകത്ത് തോന്നിയിട്ടുള്ളൂ. അല്ലാണ്ട് ഇവർ ഈ പറയുന്നത് പോലെ ഇവരെല്ലാരും കൂടെ ടാർഗറ്റ് ചെയ്യുന്നു, നിങ്ങൾ കാണിക്കുന്നതിനാണ് എല്ലാരും പറയുന്നത്, ബാക്കിയുണ്ടോ? ഞാൻ എന്ത് ചെയ്താലും നിങ്ങളുടെയൊക്കെ കണ്ണ് തെറ്റായിരിക്കും, പക്ഷെ എന്റെ മുമ്പിൽ ഒരു ശരിയുണ്ട്. ഒരുത്തി ചോദിച്ചു, കണ്ണന് പല മാലകളും ഇടാറുണ്ട്, കടലാസ് മാല ആദ്യമായിട്ടാണ്. നമ്മൾ മനസ്സറിഞ്ഞ് എന്ത് സമർപ്പിച്ചാലും സ്വീകരിക്കേണ്ടത് കണ്ണനാണ്, അല്ലാതെ നിന്റെയൊന്നും അച്ഛനല്ല.
അത് ഓർത്ത് വെക്കുക. കണ്ണൻ എന്ന് പറയുന്നത് നിങ്ങളെന്നും തറവാട്ട് സ്വത്തല്ല. ഇഷ്ടപ്പെടുന്ന ആരുടെ കൂടെയും കണ്ണൻ വരും. വിശ്വാസം അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യും. ഈ കണ്ണന്റെ പേരും പറഞ്ഞ് കണ്ടവന്റെ തന്തയ്ക്ക് വിളിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് അതിന് ഏതാണ്ട് ഭയങ്കര മഹത്വമായിട്ടൊക്കെയാണ് പുള്ളിക്കാരി പറയുന്നത് കേട്ടാ. അപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്ന കാണുമ്പോഴത്തേക്ക് ഒരു പുച്ഛം മാത്രം തോന്നുന്നുള്ളൂ കേട്ടോ, അല്ലാണ്ട് അതിനെ കൂടുതലൊന്നും തോന്നുന്നില്ല. ആദ്യം നിങ്ങൾ എന്തുകൊണ്ടാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്തത്? കാര്യം നിങ്ങളെ ഒരു മതം നോക്കാതെയോ അല്ലെങ്കിൽ നിങ്ങൾ ഏത് മതത്തിനകത്ത് അങ്ങനെ ഒന്നും നോക്കാണ്ട് ആദ്യം എല്ലാവരും നിങ്ങളെ സപ്പോർട്ട് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിലൊരു നല്ലൊരു വ്യക്തി ഉണ്ട് അല്ലെങ്കിൽ നല്ലൊരു കലാകാരി ഉണ്ട്, അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് എല്ലാവരും നിങ്ങളെ സപ്പോർട്ട് ചെയ്തത്. കാര്യം നമ്മളാരും മതം നോക്കിയിട്ടല്ല നമ്മളാരും ജഡ്ജ് ചെയ്യുന്നത് ഒന്നും. പക്ഷേ എന്നാലും നിങ്ങൾ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കണത് എന്താണ്? അതായത് ഒരു മതത്തിന്റെ ഒരു വികാരത്തിനെ വ്രണപ്പെടുത്തി അങ്ങനത്തെ രീതിക്കൊക്കെ നിങ്ങൾ ചെയ്യുന്നിട്ട് അത് വെച്ചിട്ട് റീച്ച് ഉണ്ടാക്കാനൊക്കെ ശ്രമിക്കുന്നത് നിങ്ങൾ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത്? എനിക്ക് അതിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് എനിക്ക് തീരെ തോന്നുന്നില്ല. കലാപശ്രമത്തിന് അടക്കമാണ് പോലീസ് കേസെടുത്തിരിക്കുന്ന ശക്തമായ നടപടികളാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. നമുക്കറിയാം 10,000-കണക്കിന് ഭക്തരെത്തുന്ന സ്ഥലമാണ് ഗുരുവായൂർ ക്ഷേത്രം. നമ്മളൊക്കെ മുൻപ് ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ ആ കൊടിമര ചോട്ടിലൊക്കെ നിന്ന് നമുക്ക് പടം എടുക്കുന്നതിനൊന്നും ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ ഒരു സ്വാതന്ത്ര്യത്തെ പലതരത്തിൽ ദുരുപയോഗം ചെയ്യുകയും അത് ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി ഇത്തരത്തിലുള്ള ചില പരിപാടികളൊക്കെ ആയിട്ട് പോയപ്പോൾ ഹൈക്കോടതി ശക്തമായ വിലക്കുമായിട്ട് വരികയായിരുന്നു. ഈ വിലക്ക് അവിടെ എത്തുന്ന മറ്റു ഭക്തർക്ക് കൂടി ബാധിക്കുന്ന രീതിയിലേക്ക് വരികയാണ്. അതായത് ഇപ്പോൾ ഈ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പരിസര പ്രദേശങ്ങൾ, അതായത് കൊടിമര ചോട്ടിലൊക്കെ തന്നെ ഇത്തരത്തിൽ മൊബൈൽ ഫോണിൽ ദൃശ്യങ്ങൾ പകർത്തി അത് റീലാക്കിയൊക്കെ ഇടാനായിട്ട് കഴിയാത്തൊരവസ്ഥയാണ്. ആ ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കുക അത് ലംഘിച്ചതിനാണ് ജസ്നാസ് ലൈവിനെതിരെ ശക്തമായ നടപടിയുമായി ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വം പോവുകയും പോലീസ് വളരെ ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തി ഇപ്പോൾ കേസെടുക്കുകയും ചെയ്തു. എന്തൊക്കെ പ്രശ്നമാണെന്ന് നോക്കി ഈ ഒരു സ്ത്രീ കാരണം ഉണ്ടാവുന്നത്. കാര്യം ഇവരുടെ ഈ ഒരു കാണിച്ചു കൂട്ടല് കാരണം ഇപ്പൊ നോർമലി അവിടെ ഇപ്പൊ ഗുരുവായൂരൊക്കെ പോകുമ്പോഴത്തേക്കും അത്യാവശ്യം വീഡിയോ എടുത്ത് റീലും കാര്യങ്ങളും അല്ലെങ്കിൽ വീഡിയോസ് ഒക്കെ ഇടുന്ന ആൾക്കാരുണ്ട്. അവരെയും കൂടെ അത് ബാധിച്ചു. ഇപ്പൊ മീഡിയക്കാർ തന്നെ പറയുന്നതായിട്ടില്ലേ, അവരെ ഈ ഒരു സ്ത്രീ കാരണം ഇതിനൊക്കെ വിലക്ക് വരുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായി. അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥിതിനകത്തേക്ക് വരെ ഈ ഒരു സ്ത്രീ കാരണമുള്ള വിഷയങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് ബാക്കി ഇനി ഈ പുള്ളിക്കാരി എന്താ പറയണെന്ന് കേട്ടു. കുറച്ച് കൂട്ടക്കാരുണ്ടല്ലോ, ആ കൂട്ടക്കാരെല്ലാരും കൂട്ടിയിട്ട് നിങ്ങൾ വന്നിട്ട് എന്നെ ഗുരുവായൂർ കേറ്റാത്ത രീതിയിൽ ആക്കാൻ നോക്കിയാല് എന്താ സംഭവിക്കാന്നറിയോ? പുള്ളന്റെ മോളെ കാണിച്ചു തരാം. ഞാനിതേ തട്ടെങ്ങനെ അങ്ങോട്ടും ഊരി വെക്കും, എന്നിട്ടിതേ ഇങ്ങനെ ഒരു പൊട്ടാട്ട് കുത്തും. ആ പൊട്ടും കുത്തി, അയ്യോ ഞാൻ സുമംഗലിയാവ് മറന്നുപോയി. പുള്ള സുമംഗലിയാണെന്ന് പുറത്തറിയിക്കാത്ത മാതിരി ഞാനങ്ങനല്ല കേട്ടോ. എന്റെ ഭർത്താവിനോട് ഭയങ്കര സ്നേഹ. അപ്പൊ സിന്ദൂരവും തൊട്ട് ഞാനങ്ങ് മതങ്ങ് സ്വീകരിച്ചേക്കും. പിന്നെ എന്നാ ചെയ്യാൻ പറ്റും? പുള്ളച്ചേച്ചിനിക്കും പുള്ളച്ചേച്ചിന്റെ കൂട്ടക്കാർക്കും കൊറേ വാലാട്ടികളുണ്ടല്ലോ, അവർക്കും എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാം. ഓക്കെ, അപ്പൊ പൊട്ട് തൊട്ട് സിന്ദൂരം തൊട്ട് കഴിഞ്ഞാൽ ഇവര് ചെയ്ത പ്രശ്നങ്ങളെല്ലാം ഒഴിയൂന്നാണ് അവരുടെ ഒരു വിശ്വാസം. എന്തൊക്കെ ചിന്താഗതിയുള്ള ആൾക്കാരാണല്ലേ. അല്ലെ, നിങ്ങളെല്ലാ സകല പ്രശ്നങ്ങളും ചെയ്ത് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഒരു പൊട്ടും തൊട്ട് ഒരു സിന്ദൂരം ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനിനി ഹിന്ദു ആണേ, അതുകൊണ്ട് ഞാനിനി ഒരു തെറ്റും ചെയ്തിട്ടില്ലേ എന്നൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ അത് ഒരു നിങ്ങൾക്ക് ഇത്തിരിയെങ്കിലും ബോധമുണ്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കാനായിട്ട്? എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യം നിങ്ങൾ ആ ഒരു ഗുരുവായൂർ അമ്പലം ബേസ് ചെയ്തിട്ട് നിങ്ങൾ കാണിച്ചു കൂട്ടിയതൊക്കെ എല്ലാരും കണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നിരുന്നിട്ട് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾ ഏത് മതം സ്വീകരിക്കണോന്നൊക്കെ ഉള്ളത്. അതിപ്പോ അതിനൊന്നും പറയാനായിട്ട് ഞാൻ ആളല്ല. പക്ഷെ നിങ്ങൾ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളാണ് ഇവിടെ വിഷയമായിട്ടുള്ളത്. അപ്പൊ നമ്മൾ ബാക്കിയുണ്ടോ? ഇനി എന്നാ താത്ത ഗുരുവായൂർ വരുന്നത്? വിഷുവിന്റെ അന്ന് ഉണ്ടാവും, ഏപ്രിൽ 14-ാം തീയതി ഇവിടെ ഉണ്ടാവും. നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ ആവോ? അടുത്ത റിയാക്ഷൻ വീഡിയോ ഇട്ടോളൂ. ജസ്റ്റിനെ വിളിച്ചിട്ടുണ്ട്. വിഷുവിന്റെ അന്ന് ഗുരുവായൂർ നടയിലുണ്ടാവും. ഓക്കെ, അപ്പൊ കണ്ടല്ല, ഇത് ആരോടൊക്കെ ഉള്ളൊരു പ്രതികാരം തീർക്കുക അല്ലെങ്കിൽ ഒരു ആർക്കൊക്കെ മറുപടി കൊടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഇവര് ഇപ്പൊ ഗുരുവായൂർ പോവാ അതേപോലുള്ള കാര്യങ്ങളൊക്കെ ഇവര് ചെയ്യുന്ന. അല്ലാണ്ട് ഇപ്പൊ അവർക്കൊരു വിശ്വാസം ഉണ്ടായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും പോണതായിട്ടോ ഒന്നും എനിക്ക് തോന്നണതായിട്ട് ഇതൊന്നും കണ്ടിട്ട്. ആരോടൊക്കെ എനിക്ക് ഒരു വൈരാഗ്യം ഉണ്ട്. ഞാനത് പോകുന്ന കാണുമ്പോഴത്തേക്കും ആർക്കൊക്കെയോ ഉരുപൊട്ടും. അപ്പൊ ഞാനെന്നാ പോയി കാണിക്കാം അന്ന് ആറ്റിറ്റ്യൂഡോടെ ഒരു വൈരാഗ്യ ഭാവത്തോട് കൂടെയൊക്കെയാണ് ഇവർ ഈ ഒരു അമ്പലത്തിൽ പോണതൊക്കെ ആയിട്ടൊക്കെ. അങ്ങനെയൊക്കെ പോകുന്നതിനോടൊന്നും ഞാൻ തീരെ യോജിക്കുന്നില്ല കേട്ടാ. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ വിശ്വാസത്തിന്റെ പേരിൽ നിങ്ങൾക്ക് എവിടെ വേണോ പോവാ, അതിനൊന്നും യാതൊരു പ്രശ്നവുമില്ല. പക്ഷെ അതൊരു ആരെങ്കിലും ബോധിപ്പിക്കാനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ മറുപടി കൊടുക്കാനോ ഒക്കെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അത് പിന്നെ പോട്ടെ എന്ന് വെക്കാം. നിങ്ങൾ അവിടെ ചെന്നിട്ട് ഈ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പല കാണിച്ചു കൂട്ടുന്ന പല കാര്യങ്ങളും കാണുമ്പോഴാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള വിഷയം വരുന്നതായിട്ടാണ് എനിക്ക് ഇവർ ഈ ഒരു വിഷയം കണ്ടപ്പോൾ
അല്ലെങ്കിൽ എനിക്ക് തോന്നിയ അത്ര കേട്ടോ. അപ്പോൾ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്? വീഡിയോയുടെ കമന്റ് ഇടാം. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ. അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക് ബിസ് യു.